കോഴിക്കോട് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയും SFI DYFI പ്രവർത്തകരും നേർക്കുനേർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് DYFI SFI പ്രവർത്തകർ എംപിയുടെ വാഹനം തടഞ്ഞു. പ്രകോപിതനായ ഷാഫി പ്രവർത്തകരുമായി വാക്കേറ്റത്തിലേർപ്പെട്ടു. വടകര അങ്ങാടിയിൽ നിന്ന് പേടിച്ചെവിടേക്കും പോകില്ല എന്ന് ഷാഫി പറഞ്ഞു. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയൊന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണം. ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിയിൽ നിന്ന് ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ കാണും. SFI DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും MPയെ വഴിയിൽ തടയുന്ന നിലയിലേക്ക് ആ പ്രതിഷേധത്തിന്റെ രൂപം മാറി വടകരയിൽ. എന്താണ് ഷാഫി പറയുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത് സമീർ? വിജിത്ത്, വടകര ടൗൺ ഹാളിൽ ഭിന്നശേഷി കുട്ടികളുടെ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. KK രമ MLAയുടെ മണ്ഡലമാണ്. MLAയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഷാഫി പറമ്പിൽ MP അവിടെ എത്തിയത്. ആ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ വേളയിലാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ DYFI SFI പ്രവർത്തകർ MPയെ പ്രതിഷേധിച്ചത്. ആ വാഹനം തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമാവുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. പിന്നീട് MPക്ക് വാഹനവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവിടെ ആ വാഹനം നിർത്തിവെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഷാഫി പറമ്പിൽ MP ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഉണ്ടാവുകയും ചെയ്തത്. വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ MPക്കെതിരെ പ്രതിഷേധിച്ചത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം, അത് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിക്കൊണ്ടുമുള്ള ആ പ്രതിഷേധത്തെയാണ് MP എതിർത്തത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വന്നു. മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചതിനും ഒപ്പം തന്നെ അപകടമുണ്ടാക്കുന്ന വിധത്തിലുള്ള ആ പ്രതിഷേധത്തെയുമാണ് അദ്ദേഹം എതിർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്നാണ് UDF ആരോപിക്കുന്നത്, കോൺഗ്രസ് ആരോപിക്കുന്നത്. വളരെ ചുരുക്കം പോലീസുകാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ 30ഓളം പ്രതിഷേധക്കാർ അവിടെ എത്തുകയും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിൻ്റെ സാധ്യത തന്നെ, ഒരു സാഹചര്യം തന്നെ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ആ വിഷയത്തിലാണ് പോലീസിൻ്റെ വീഴ്ച സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. DYFI ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് DYFIയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു പറയുന്നത്. അങ്ങനെ ഒരു ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ വടകരയിൽ MPക്ക് കാൽ കുത്താനുമാകില്ല. എന്നാൽ നിലവിൽ അത്തരമൊരു ആഹ്വാനമില്ല. അത്തരമൊരു പ്രതിഷേധത്തിന് പാർട്ടി വിവാദത്തിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞു, സ്വീകരിക്കാവുന്ന നടപടി സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വേർഷൻ. അതിനും അപ്പുറത്തേക്ക് കടന്ന് അതിരുവിട്ട പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതേ നാണയത്തിൽ മറുപടി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പ്രതികരണം. ഇന്നലെയുമൊക്കെ ആ പ്രതികരണം ശരിവെക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ വഴിയിൽ തടയാനും ഈ പ്രതിഷേധം മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ മറുപടി നൽകുക, അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണോ? DCC പ്രസിഡന്റിന്റെ പ്രതികരണം നൽകുന്ന സൂചന എന്താണ് സമീർ? ഈ വിധത്തിലാണ് DYFIയും അതുപോലെ തന്നെ SFIയും മാത്രമല്ല CPIഎമ്മും മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതേ നാണയത്തിൽ അതിന് മറുപടി നൽകും. ഈ വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് തുടർന്നാൽ ആ വിധത്തിൽ തന്നെ അതിനെ എതിരിടും എന്ന കാര്യമാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ 24നോട് വ്യക്തമാക്കുന്നത്. ഒരു ആഭാസത്തരം നിറഞ്ഞ ഒരു പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു പാർട്ടിക്ക് എടുക്കാവുന്നതിൻ്റെ പരമാവധി നടപടി എടുത്തു കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ MPക്കെതിരെ നടത്തുന്നതിന് എന്ത് ന്യായീകരണമാണ് CPMനുള്ളത്, DYFIക്കുള്ളത്, SFIക്കുള്ളത് എന്നും DCC പ്രസിഡന്റ് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള പ്രതികരണവുമായി മുന്നോട്ട് പോയാൽ ആ വിധത്തിൽ തന്നെ അതിന് പ്രതിഷേധിക്കും, അതിന് പ്രതികരണവും ഉണ്ടാവും. അത് പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്കും ഒരു തെരുവ് യുദ്ധത്തിലേക്കും ഒക്കെ എത്തും. അത്തരമൊരു സാഹചര്യം DYFIയും CPMൊന്നും ഉണ്ടാക്കരുത് എന്ന കാര്യം കൂടി DCC പ്രസിഡന്റ് പറയുന്നുണ്ട്. എന്തായാലും ഈ വിധത്തിൽ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്ന സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും കൂടുതൽ ഇടപെടൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല ഷാഫി പറമ്പിൽ MPക്ക് നിരവധിയായിട്ടുള്ള പരിപാടികൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുണ്ട്, വടകരയിലുണ്ട്. അവിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ പോലീസിനെ വിന്യസിക്കേണ്ടതും MPക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കേണ്ടതിൻ്റെയും ഉത്തരവാദിത്തം കൂടിയുണ്ട്. അതിൽ കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യം കൂടി UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പോലീസിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആക്ഷേപം കൂടി UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റീജിത്ത്.